ഇത് നവംബർ 16-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോൻ ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് അവൻ്റെ ഡാഡായുടെ ബർത്ത്ഡേ ഒന്നിച്ചാഘോഷിക്കുന്നത്. ഒന്നുമില്ലായിരുന്നു കേട്ടോ, ചെറിയ രീതിയിലൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് അങ്ങനെ ചെറിയൊരു സന്തോഷം. ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ. ഈ പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം അങ്ങനെ രണ്ടു പേരുടെയും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒന്നും ഒന്നിച്ച് കിട്ടാറില്ല കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകാറില്ല. സോറി, ആദ്യം പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കേട്ടോ. എൻ്റെ മോൻ ജനിച്ചതിന് ശേഷം രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുന്നത്. ആദ്യത്തെ ബർത്ത്ഡേ അവനൊന്നും അറിയാത്ത പ്രായത്തിൽ 5 മാസമുള്ള ടൈമിലായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താണ്ട് 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ചൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. മിക്ക പ്രവാസികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കേട്ടോ ഇത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളൊന്നും ഒന്നിച്ച് കിട്ടാറില്ല. ഈ ഒന്നിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ചില ദിവസങ്ങളും ചില ബർത്ത്ഡേകളും ആനിവേഴ്സറികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഒന്നിച്ച് കിട്ടാറേയില്ല. ഞാനൊക്കെ എത്രയോ നാൾ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയൊരു ദിവസമാണെന്നറിയാവോ ഇന്ന്. എന്തായാലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടായിരിക്കും ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടിയത്. അങ്ങനെ വലിയ പ്രോഗ്രാമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനൊരു കേക്ക് വാങ്ങിച്ചു. കറക്റ്റ് 12 മണി ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ സിസ്റ്റേഴ്സും കൂടി ഉറങ്ങിക്കിടന്ന് പുള്ളിക്കാരനെ വിളിച്ചുണർത്തി കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു. എൻ്റെ മോന് അവൻ്റെ കൈ കൊണ്ട് എഴുതിയൊരു, അതായത് അവൻ എഴുതാറായിട്ടില്ല, ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് പിടിച്ചെഴുതിയൊരു ലെറ്ററും ഒരു റോസും ഒക്കെ കൊടുത്ത് അവനും ഡാഡായ ഹാപ്പി ആക്കി, സർപ്രൈസ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഈവനിങ് എന്തായാലും പുറത്തായിരിക്കണം, പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് ഇരിക്കാം, കിട്ടുന്ന സമയം ഇന്നത്തെ ദിവസം ഫുള്ള് നമുക്കൊന്നിച്ച് നിൽക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ മാളിലേക്ക് പോയി. നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് നേരെ ഞങ്ങൾ ഓച്ചിറയിലോട്ടായിരുന്നു കേട്ടോ പോയിരുന്നത്. ഓച്ചിറയിൽ വൃശ്ചികോത്സവം നടക്കുകയാണ്. അപ്പം പിറ്റേന്നായിരുന്നു വൃശ്ചികം 1. 12 ദിവസം വരെ അവിടെ ഭയങ്കര ആഘോഷമാണ്. അതായത് നവംബർ 17-ാം തീയതി ആയിരുന്നു കേട്ടോ വൃശ്ചികം 1 തുടങ്ങുന്നത്. ഞങ്ങൾ പോയത് അതിൻ്റെ തലേന്നായിരുന്നു. 17-ാം തീയതി അഷ്റഫ് തിരിച്ച് അബുദാബിയിലോട്ട് പോകുന്ന ഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അന്നായിരുന്നു ഓച്ചിറയിൽ ചെന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. കുറച്ച് സ്ഥലത്തൊക്കെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആക്കി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുഞ്ഞിനെല്ലാം അവിടെ ഒന്ന് കാണിച്ചു. പിന്നെ ഓപ്പൺ ആയിരുന്ന ഷോപ്പിൽ കയറി എനിക്ക് വേണ്ട കുറച്ച് ഫാൻസി ഐറ്റമൊക്കെ വാങ്ങി. പിന്നെ മോന് വേണ്ടിയിട്ടുള്ളൊരു ടോയ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു പോയത്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഐഷു പറയുമായിരുന്നു, എല്ലാ വർഷവും വൃശ്ചികത്തിന് ഇവിടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കും, പക്ഷേ ഒരു പ്രാവശ്യം പോലും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാറില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വൃശ്ചിക മാസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്.